തുടർച്ചയായി ചൈനയോടും പാകിസ്ഥാനോടും യുദ്ധത്തിൽ പരാജയപ്പെട്ട സമയത്താണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കുന്നത്. 1887 ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ 47 ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുത്ത് തുടർന്നു വരികയായിരുന്നു. ഒരേ സമയം ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ഇന്റലിജൻസ് നോക്കുക എന്നത് തന്നെയായിരുന്നു ഐബിയുടെ ഏറ്റവും വലിയ പോരായ്മ. അങ്ങനെ 1968 സെപ്റ്റംബറിൽ അന്നത്തെ ഐബിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RN കാവോയുടെ നിർദ്ദേശത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇന്റലിജൻസിന് വേണ്ടി മാത്രമായുള്ള റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ വിംഗ് അല്ലെങ്കിൽ റോയ്ക്ക് രൂപം നൽകുന്നു. കാവോയുടെ അപാര കഴിവിൽ വിശ്വസിച്ചിരുന്ന ഇന്ദിര അദ്ദേഹത്തിനെ തന്നെ റോയുടെ ചീഫായി നിയമിക്കുകയും അദ്ദേഹത്തിന്റെ വിഷനിൽ തന്നെ റോയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. റോ തുടങ്ങുന്നത് ഐബിയിൽ നിന്ന് കാവോ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത 250 ഏജൻസിനെ വെച്ചാണ്. അവരെ പിന്നീട് കാവോ ബോയ്സ് എന്നറിയപ്പെടുകയും ചെയ്തു. പോലീസിൽ നിന്ന് മാത്രം ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് റോയെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏജൻസിയായി അദ്ദേഹം മാറ്റി. തുടർന്ന് അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് വരെ കഴിവുള്ളവരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. മൊസാദ്, KGB, CIA പോലുള്ള വ്യത്യസ്ത ഗ്ലോബൽ ഏജൻസികളിലുള്ള പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് റോയുടെ എക്സ്റ്റേണൽ ഇന്റലിജൻസിന് വേണ്ടിയുള്ള ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിന് കാവോ വഴി തുറന്നു. കൂടാതെ കാവോയുടെ നേതൃത്വത്തിലുള്ള റോയുടെ പ്രവർത്തനം കാരണമാണ് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപരമായ വിജയങ്ങളായി കണക്കാക്കപ്പെടുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപം കൊള്ളുന്നതും സിക്കിമിനെ ചൈന പിടിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ 22ാം സംസ്ഥാനമായി മെർജ് ചെയ്യുന്നതും.